ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വ്ളോഗർ ആയിട്ടല്ല. ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ റീസെന്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMC വ്ളോഗ് ആയിരുന്നു, അതായത് എൻ്റെ കോളേജ് വ്ളോഗ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയത്. എന്താ പറയുക, +2 കഴിഞ്ഞ ഈ ഒരു ടൈമിൽ കുട്ടികൾ എന്ത് കോഴ്സ് എടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇത് നിൽക്കുമ്പോഴായിരിക്കാം എൻ്റെ വീഡിയോ കണ്ടത്, കോളേജ് വ്ളോഗൊക്കെ കണ്ടത്. അപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. CMCയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്, പാരാമെഡിക്കൽ കോഴ്സസ് ഏതൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യോ, എത്ര സീറ്റ്സ് ഉണ്ട്, ഹോസ്റ്റൽ ടൂർ ചെയ്യോ, പിന്നെന്തൊക്കെയാ കോളേജ് വ്ളോഗ്, ഓരോ കോഴ്സസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഇടുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം നമ്മുടെ കോളേജിൽ എത്ര സീറ്റ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിവേസ്, ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് ഒത്തിരി പേർക്ക് അറിയാൻ മതി. പിന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ആദ്യ, ഞാൻ BSc ഒപ്റ്റോമെട്രി സ്റ്റുഡൻ്റ് ആണ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കോഴ്സാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്, പാരാമെഡിക്കൽ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. BSc ഒപ്റ്റോമെട്രി, ആദ്യം തന്നെ നമ്മുടെ കോഴ്സ് അറിയാം. BSc ഒപ്റ്റോമെട്രിയിൽ വന്നിട്ട് 22 സീറ്റാണ് ആകെ ഉള്ളത്. പിന്നെ അതുപോലെ BSc MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, 26 സീറ്റ്സ് ഉണ്ട്, 26 സീറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ പെർഫ്യൂഷൻ ടെക്നോളജി 3 സീറ്റ്സ് ആണുള്ളത്. BCVT, കാർഡിയോ വാസ്കുലർ ടെക്നോളജി 4 സീറ്റ്സ് ആണുള്ളത്. BSc ഡയാലിസിസ് ടെക്നോളജി വന്നിട്ട് 22 സീറ്റ് ആണുള്ളത്. MIT അതുപോലെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി 10 സീറ്റ്സ് ആണുള്ളത്. പിന്നെ അതുപോലെ RTT, BSc റേഡിയോ തെറാപ്പി ടെക്നോളജി 6 സീറ്റ്സ് ആണുള്ളത്. പിന്നെ അതുപോലെ ഡിപ്ലോമ കോഴ്സസ് നോക്കുകയാണെങ്കിൽ ഡിപ്ലോമയിൽ DMLT, DRT, DOA, ഡി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ, DTT, DNT, DR, DET, അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, DMLT അറിയാം, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ്. അതിൽ 33 സീറ്റ്സ് ഉണ്ട്. DRT പറയുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി 33 സീറ്റ്സ് തന്നെയാണ്. DOA എന്ന് പറയുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് അസിസ്റ്റൻസ് ആണ്, 11 സീറ്റ്സ് ഉണ്ട്. പിന്നെ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ 15 സീറ്റ്സ് ആണുള്ളത്. DDT ഡയാലിസിസ് ടെക്നോളജിയാണ് ഡിപ്ലോമ, 11 സീറ്റ്സ് ഉണ്ട്. DNT ആണെങ്കിൽ ന്യൂറോ ടെക്നോളജിയാണ്, 5 സീറ്റ്സ് ആണുള്ളത്. DR അതായത് റെസ്പിറേറ്ററി ടെക്നോളജിയാണ്, 4 സീറ്റ്സ് ഉണ്ട്. DET എൻഡോസ്കോപ്പിക് ടെക്നോളജിയാണ്, 4 സീറ്റ്സ് ആണുള്ളത്. ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഞാൻ സ്പീഡ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുക. പിന്നെ ഫാർമസിയിൽ വരികയാണെങ്കിൽ MPharm 22 സീറ്റ്സ് ആണ്, BPharm അതുപോലെ 22 സീറ്റ്സ് ആണ്. പിന്നെ DPharm 55 സീറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇത്ര കോഴ്സസ് ഒക്കെയാണ് ഉള്ളത്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജില്. അപ്പം എന്താ, നാളെ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്. 24 to 27 ആണ് ഡേറ്റ് ഉള്ളതെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കൺഫേം ചെയ്യട്ടെ നോക്കിയിട്ട്. പിന്നെ ഒരു കുട്ടി ചോദിച്ചൊരു ഡൗട്ടാണ്, അതുപോലെ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. എനിക്ക് എൻ്റെ ആ ഒരു LBS, അതായത് ഞാൻ ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ കൊടുത്തിരുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ജസ്റ്റ് ഞാൻ അലോട്ട്മെന്റ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്, എനിക്ക് കിട്ടിയിട്ടില്ല. സ്പോട്ട് അലോട്ട്മെന്റിലാണ് കിട്ടിയത്. അപ്പം എന്താ പറയാ, അപ്പൊ കുട്ടിയുടെ ഡൗട്ട് എന്താ വെച്ചാല്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ട് പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ മാറും എന്നുള്ളത്. അത് തീർച്ചയായിട്ടും മാറും. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും. നിങ്ങൾ പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട കോളേജ് അല്ലാന്നുണ്ടെങ്കിലാണല്ലോ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് കൊടുക്കുക. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് അപ്പൊ ചേഞ്ച് വരും. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടി, അപ്പൊ നിങ്ങൾക്ക് ഒരു ഡേറ്റ് തരുമല്ലോ, ഇത്ര ഡേറ്റ്സിനുള്ളിൽ പോയിട്ട് കോളേജിൽ പോയിട്ട് ടോക്കൺ ഫീ അടയ്ക്കുക എന്നുള്ളത്. ടോക്കൺ ഫീ വരുന്നത് ജനറൽ കാറ്റഗറി അതുപോലെ ബാക്കിയുള്ള കാറ്റഗറിക്കൊക്കെ വരുന്നത് 22,000 ആണ്. പിന്നെ SC ST കാറ്റഗറിക്ക് 1000 രൂപയാണ് വരുന്നത് ടോക്കൺ ഫീ. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട, സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടും. സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് അലോട്ട്മെന്റ് വരെ ട്രൈ ചെയ്യുക. എനിക്ക് ലാസ്റ്റ് അലോട്ട്മെന്റിലാണ് കിട്ടിയിരിക്കുന്നത്, അത് സ്പോട്ട് അലോട്ട്മെന്റ് ആണ്. സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്പോട്ട് ചെയ്യില്ല, അതായത് LBS സെന്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്ന അലോട്ട്മെന്റ് ആണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് സ്പോട്ട് അലോട്ട്മെന്റിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആരും വിഷമിക്കേണ്ട, നമുക്ക് സ്പോട്ടിലെങ്കിലും പിടിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഡൗട്ട്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ്സിൽ ഇടുക.
ഞാൻ കഴിയുന്നതും റിപ്ലൈ തരുന്നതായിരിക്കും. അധികം എല്ലാ വീഡിയോസിലും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ഈ തരാത്തവരുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ആരും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും പിന്നെ അതുപോലെ അടുത്ത വീഡിയോ എന്ത് വേണമെന്നുള്ളതും കൂടെ കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ.